ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നപ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ പദവി സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആ ജനറൽ സെക്രട്ടറിയിൽ പദവി പുതുമുഖം യുവനിര പ്രാതിനിധ്യം വന്നപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ശ്രീ അനൂപ് ആൻ്റണിയാണ്. സ്വാഗതം, അഭിനന്ദനങ്ങൾ. ഒരു പുതുമുഖത്തെ അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ നിരയ്ക്ക് തന്നെയും സമഗ്രമായി അല്ലെങ്കിൽ തുല്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക എന്ന രീതിയിലാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അനൂപ് ആൻ്റണിയുടെ ആ ഒരു ജനറൽ സെക്രട്ടറി പദവി തന്നെയാണ്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? നമ്മുടെ ഒന്നാമത്തെ കാര്യം, ഞാനൊരു പുതുമുഖമൊന്നുമല്ല. ഞാൻ ഈ പാർട്ടിയിൽ, ഈ സംഘടനയിൽ 20 വർഷത്തിന് മുകളിലായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. പാർട്ടിയുടെ നിരവധി ചുമതലകൾ എനിക്ക് പാർട്ടി എന്നെ നൽകിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഒന്നിനും വേണ്ടി ഇരിക്കാറില്ല. അത് പാർട്ടി അതിൻ്റെ സമയമാകുമ്പോൾ ആരാണോ ഏത് കാര്യത്തിനാണോ ഉചിതമായ ആൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി അതായത് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തനം എന്ന രീതിയിൽ ഏത് പ്രവർത്തനെ പോലെ ഞാനും ആ ചുമതല ഏറ്റുവാങ്ങി അത് ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാനാണ് ശ്രമിക്കാറ്. ഈ ചുമതലയും ആ രീതി എനിക്ക് ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാനാകും എന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയും പാർട്ടി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തെ ഭംഗിയായി ചെയ്ത് പാർട്ടിയെ ഈ പറയുന്ന പോലെ വികസിത കേരളം എന്ന് പറയുന്ന വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം നരേന്ദ്രമോദിജിക്ക് കരുത്തേക്കിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ വികസന കേരളം, വികസിത കാഴ്ചപ്പാടാണ് രാജീവ് ചന്ദ്രശേഖർജി. അത് തുടക്കം മുതൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഉറപ്പായും കൂടെ ഉണ്ടാകുന്നത് യുവാക്കളായിരിക്കണം. ഒപ്പം തന്നെയും ഈ പുതിയ ടെക്നോളജി, അതായത് ഈ മാറി വരുന്ന കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ ആ സാങ്കേതിക വിദ്യ ഇല്ലാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ആ ടെക്നോളജിയൊക്കെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു യുവനിരയെ ഒപ്പം ചേർത്ത് നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേ രീതിയിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കില്ലേ അനൂപ് ആൻ്റണിയെ കൂടി ഈ ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു പദവിയിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? ഓരോ സമയത്തും രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും അതായത് കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 2014 സോഷ്യൽ മീഡിയ യുഗം തുടങ്ങിയപ്പോൾ അതിൽ ഏറ്റവും മുൻനിരയിൽ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയായിരുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഗുണകരമായ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ നമ്മളെത്തി. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ രാഷ്ട്രീയത്തിന് മാത്രമല്ല വികസനത്തിനും എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നാലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ യുവാക്കൾ, അതും ടെക്നോളജി രംഗവുമായി ബന്ധമുള്ള യുവാക്കൾ പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരണമെന്ന് തന്നെയാണ് പാർട്ടിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരു ആശയം. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ അവസരം ലഭിക്കുമ്പോൾ ആ ഒരു ആശയത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ യുവാക്കളെ അല്ലെങ്കിൽ യുവനിരയുടെ വോട്ട് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ മാറി ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ പുതിയൊരു കാലഘട്ടത്തെ പുതിയൊരു കാഴ്ചപ്പാടുകൂടി കാണുന്നവർ ഉറപ്പായും അത് ഈ യുവാക്കൾ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, അവരെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുകയും ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളി തന്നെ ആയിരിക്കില്ലേ? വെല്ലുവിളിയുമുണ്ട്, ഓപ്പർച്യൂണിറ്റിയുമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ മീഡിയയ്ക്കും അതിൻ്റേതായ വെല്ലുവിളികളുമുണ്ട്, ഓപ്പർച്യൂണിറ്റികളുമുണ്ട്. ഞാൻ ആ വെല്ലുവിളികളെക്കാളും കൂടുതലും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. ഞാൻ മാത്രമല്ല, പാർട്ടിയും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ളവർ ആ ഒരു വെല്ലുവിളിയേക്കാളും അതിൻ്റെ സാധ്യതകൾ എങ്ങനെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സന്ദേശം, അതായത് കേരളത്തിൽ വികസനമാണ് വേണ്ടത്, കേരളത്തിലെ യുവാക്കൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ദ്രവിച്ച രാഷ്ട്രീയം മതിയായി, ഇനി വേണ്ടത് കേരളത്തിൽ വികസനമാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്, വ്യവസായമാണ്, തൊഴിലാണ്, മൈഗ്രേഷൻ വേണ്ട, ഇങ്ങനെയുള്ള ഒരു ആശയം സോഷ്യൽ മീഡിയയുടെ മാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ സാധ്യതയുണ്ടോ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക. അതിൻ്റെ തീർച്ചയായിട്ടും പോരായ്മകളും ചലഞ്ചസും ഒക്കെ മനസ്സിലുണ്ടാവും. എന്നാലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചായിരിക്കും ഞങ്ങൾ കൂടുതൽ ആലോചിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ എന്നൊരു മാധ്യമത്തിലൂടെ പ്രധാനമായും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയ്ക്ക് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്, അത് വളരെ ഏറ്റവും നിർണായകമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിലൊക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ബി.ജെ.പി. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായൊരു പങ്ക് വഹിച്ചത് ഈ സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. പക്ഷേ സംസ്ഥാന ബി.ജെ.പിയിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രയും കാലം ഇത് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബി.ജെ.പി. എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലൊരു മുന്നേറ്റത്തിൻ്റെ ആ ഒരു പാതയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി സാങ്കേതിക വിദ്യ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ബി.ജെ.പിയുടെ സംസ്ഥാന പാതയിലുള്ള ബി.ജെ.പിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഏത് രീതിയിലായി?
എല്ലാ സാധ്യതകളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും. അതിനകത്ത് സോഷ്യൽ മീഡിയ മാത്രമല്ല, എന്ത് സംവിധാനങ്ങളുണ്ടോ ജനങ്ങളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ, അതിനകത്ത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കും. സോഷ്യൽ മീഡിയ മാത്രം എന്ന് ഒരു ഫോക്കസ് ഒന്നുമില്ല. ശരിയാണ്, ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിൽ പേര് കേട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു ടീമിന് ആ ഒരു രംഗത്ത് പ്രാവീണ്യമുള്ള പലരുമുണ്ട് ഞങ്ങളുടെ ടീമിൽ എന്ന് കരുതി സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. അതിനകത്ത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നിലവിൽ എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയെ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന പാർട്ടി ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ BJP ആയിരിക്കും എന്ന് ഒരു എന്താ പറയുന്നത്, ഒരു അടിവരയിട്ട് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എത്തിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ളതാണ് ഈ ജനറൽ സെക്രട്ടറിമാരെന്ന് പറയുന്നത്. 4 ജനറൽ സെക്രട്ടറിമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഇനി കേരള രാഷ്ട്രീയത്തിൽ BJP നയിക്കുന്ന ഈ 4 ജനറൽ സെക്രട്ടറിമാരാകും. അതിൽ 3 പേരും പരിചയസമ്പന്നരായ, ഇപ്പോൾ അങ്ങയുടെ ഈ പ്രവർത്തന പരിചയത്തെ ഒന്നും ഞാൻ തള്ളി പറയുന്നില്ല, പക്ഷേ ഒപ്പം നിൽക്കുന്ന MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് സുരേഷ്, ഈ വ്യക്തികളാണ്. ഇവർക്കൊപ്പം ഒരു യുവാവ് എന്ന രീതിയിൽ താങ്കളുടെ ഈ ഒരു പദവി എന്ന് പറയുന്നത് അത് ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ആ യുവാക്കളെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം യുവാക്കൾക്ക് എത്രത്തോളം പരിഗണന നൽകുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് താങ്കളുടെ ഈ ഒരു പദവി. തീർച്ചയായിട്ടും, കാരണം ഈ ടീമിൽ തന്നെ നിരവധി യുവാക്കളുണ്ട്, അതും വളരെ കീ പോസ്റ്റിൽ. ഇപ്പം അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ പോലെ, ശ്രീ ശ്യാം രാജിനെ പോലെ, അല്ലെങ്കിൽ അനീഷ് കുമാറിനെ പോലെയുള്ള യുവാക്കൾ നിരവധിയുണ്ട് ഈ ടീമിൽ. അതുകൊണ്ട് തന്നെയും കേരളത്തിലൊരു ഇലക്ട്രേറ്റിൻ്റെ ഒരു വലിയ വിഭാഗം യുവാക്കളാണ്. അത് മാത്രവുമല്ല, ഒരു ആസ്പിറേഷണൽ തിങ്കിങ് ഉള്ളൊരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് യുവാക്കളാണ്. ഒരു പഴകി ദ്രവിച്ച രാഷ്ട്രീയം വിട്ട് സാധ്യതകളുടെ രാഷ്ട്രീയം, ഓപ്പർച്യൂണിറ്റിയുടെ രാഷ്ട്രീയം, ഇനിയും നമുക്ക് മുമ്പോട്ട് പോയി വളരണമെന്ന് ആഗ്രഹമുള്ള യുവാക്കളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പ്രബലമാകാൻ പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിന് ദിശ കൊടുക്കേണ്ടത് യുവാക്കൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പാർട്ടി കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും പരിചയസമ്പന്നരായിട്ടുള്ള മറ്റ് സീനിയേഴ്സ് അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ പിന്തുണയും അവരുടെ ഗൈഡൻസിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള യുവ നേതൃത്വം മുമ്പോട്ട് പോവുക എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ഉത്തരവാദിത്വം കുറിച്ച് കൂടുകയാണല്ലേ? തീർച്ചയായിട്ടും കൂടുകയാണ്. ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ BJP നോക്കുമ്പോൾ മറ്റൊരു തന്ത്രം കൂടി BJP പയറ്റുകയാണ്. സ്വാഭാവികമായത് മറ്റു സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്നത്. അതിലേറ്റവും പ്രധാനം ക്രൈസ്തവ സമുദായത്തിലെ ക്രൈസ്തവ സഭയെ തന്നെയാണ്. അപ്പോൾ അനൂപ് ആൻ്റണിയാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഈ അനൂപ് ആൻ്റണിക്ക് ഈ ഒരു പദവി കൊടുക്കുമ്പോൾ അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ തന്നെ കേരളത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ആ ഒരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും. അതിനകത്ത് ലക്ഷ്യമെന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയം അത് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു സമുദായത്തിനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം നടപ്പില്ല. മോദിജി പറയുന്നത് ഒരു വികസിത ഭാരതം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം മാറി നിന്നാൽ എങ്ങനെയാണ് വികസിത ഭാരതം സാധ്യമാവുക? അതുകൊണ്ട് അതിൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ക്രൈസ്തവ സമൂഹം മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ള പലരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന അഴിമതിരഹിതമായ ഒരു സദ്ഭരണത്തിൻ്റെ റോൾ മോഡൽ, ആ റോൾ മോഡലിനെ ഇഷ്ടപ്പെടുന്നൊരു വലിയ വിഭാഗം ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അത് ശരിയാണ്. അപ്പം ആ ഒരു ക്രൈസ്തവരിലേക്ക് ഈ പ്രധാനമന്ത്രി മുമ്പോട്ട് വെക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം, രാജീവ്ജിയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടുതൽ സാധിക്കും. അത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഞങ്ങളെപ്പോലുള്ളവർക്ക് ആ ഉത്തരവാദിത്വം കൂടി ഞങ്ങളുടെ മുകളിലുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂടുതൽ ഈ സന്ദേശം എത്തിക്കുക. ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായ വിജയം നമ്മൾ കണ്ടതാണ്, പല മണ്ഡലങ്ങളിലുണ്ടായ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ആ ഒരു മുന്നേറ്റം നമ്മൾ തുടർന്നു കൊണ്ടുപോയി കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിക്കാൻ വരെ ഈ സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും ഈ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ തേടുന്നതായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്തായാലും അനൂപ് ആൻ്റണിക്ക് ഉത്തരവാദിത്വം കൂടുന്നു. ഒരു യുവാവിൻ്റെ പ്രതിനിധി, അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സഭയുടെ പ്രതിനിധി, അതിനപ്പുറത്തേക്ക് ഒരു ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. ക്യാമറാമാൻ സുനിലിനൊപ്പം അൻഫിലി ഡിസൂസ.